ഇത് കണ്ടോ, നമ്മുടെ വെള്ളനാട്ട് മാർക്കറ്റിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. ഇന്ന് ഒരു അവധി ദിവസമാണ്, ഇന്ന് ഞായറാഴ്ച. ഒത്തിരി പണിയുണ്ട് എനിക്ക് കടയിൽ. പക്ഷേ എന്നാലും ഞാൻ പണിയൊക്കെ കൊണ്ട് വെച്ച് വയ്ക്കുകയാണ്. എന്നാലും ഇങ്ങനെ വായി നോക്കി നടക്കാൻ ഒരു രസമല്ലേ നമുക്ക്. എനിക്ക് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഒന്ന് പുറലോകം വായി നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ഇതുപോലുള്ള മാർക്കറ്റ്, ചെറിയ കുഞ്ഞു കുഞ്ഞു കടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടും പുറത്ത് കുറേ കാട്ടുതീറ്റകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കാരണം കുറച്ച് ചില സമയത്തൊക്കെ ഈ അയണിയുടെ ചക്ക, അല്ലേ ആഞ്ഞിലി ചക്ക, അത് പിന്നെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ളതൊക്കെ കിട്ടും ചന്തയിൽ. നല്ല നല്ല നാടൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ മാർക്കറ്റാണ് കേട്ടോ. പക്ഷേ ഭയങ്കര രസമാണ്. ഞായറാഴ്ച ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഈ ചന്തയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി സാധനങ്ങളെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്ന് വായി നോക്കി പോയിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് കരുതി ഇറങ്ങിയതാണ്. അയണിച്ചക്ക കിട്ടൂല അല്ലേ ഇപ്പം? അല്ല, അയണിച്ചക്ക കിട്ടൂല അല്ലേ? അയണിച്ചക്ക ഇപ്പം ആരും കൊണ്ടുവരില്ല. അയണിച്ചക്ക നാല് കിലോ 100. അത് നീലമ്മ ഇത് വേണ്ട അത് മതി. അത് മതി. ഈ റംബൂട്ടാൻ പഴുത്തു തുടങ്ങിയാ? നമുക്ക് പഴുത്തില്ല. എത്രയാണ് ഇപ്പൊ കിലോ? 150. പക്ഷെ ഇത് പഴുത്തില്ല കേട്ടോ, പച്ച. ഞങ്ങൾക്ക് നിൽക്കില്ല. 10-20 കിലോ കാണും. നമ്മക്കവിടെ കടയിൽ വെച്ചിരുന്നപ്പോ. പക്ഷെ പഴുത്തില്ല. അരപ്പര അത്രയും മഴയത്ത് കൊഴിഞ്ഞു പോണു. ഒരുപാടൊന്നുമില്ല. ഞാൻ വരക്കില്ല, എല്ലാം കിട്ടുമല്ലോ. നമ്മൾ വഴിയിൽ ഇറങ്ങുമ്പോൾ എല്ലാം കിട്ടും. പിന്നെ എവിടെ കടയിൽ പോകണം? എടുക്കണോ? അങ്ങനെ ഞാൻ കപ്പയൊക്കെ വാങ്ങി, നല്ല മധുരക്കിഴങ്ങൊക്കെ വാങ്ങി, ചന്തയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനിതപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട്, ഇന്ന് കടയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മാർക്കറ്റിൽ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ചന്തയിൽ പോയി കപ്പ വാങ്ങി, മാങ്ങ വാങ്ങി, ഉള്ളി വാങ്ങി, കറിവേപ്പില വാങ്ങി, നല്ല നാടൻ മുളക് വാങ്ങി, മധുരക്കിഴങ്ങ് വാങ്ങി. ഇതൊക്കെ തന്നെ കേട്ടോ, വേറെ ഒന്നും വാങ്ങിയില്ല.